2025 നവംബർ മാസം ഗ്രഹങ്ങളുടെ അനുകൂലമായ സ്ഥാനചലനങ്ങൾ, പ്രത്യേകിച്ച് നിങ്ങളുടെ നക്ഷത്രാധിപനായ ബുധന്റെയും ധനകാര്യത്തിന്റെ അധിപനായ വ്യാഴത്തിന്റെയും ശുഭകരമായ സ്വാധീനം കാരണം രേവതി നക്ഷത്രക്കാർക്ക് ഭാഗ്യം ഇരട്ടിയായി വർദ്ധിക്കും. നിങ്ങൾ നിലവിൽ ചെയ്യുന്ന ജോലിയിൽ ശമ്പള വർധനവോ സ്ഥാനക്കയറ്റമോ അല്ലെങ്കിൽ പുതിയ മികച്ച തൊഴിലവസരങ്ങളോ നിങ്ങളെ തേടിയെത്തിയേക്കാം. ബിസിനസ് രംഗത്താണെങ്കിൽ പുതിയ കരാറുകൾ, വിപുലീകരണത്തിനുള്ള അവസരങ്ങൾ, അപ്രതീക്ഷിത ലാഭം എന്നിവയിലൂടെ നിങ്ങളുടെ ബിസിനസ് അഭൂതപൂർവമായ വളർച്ച നേടും. നിക്ഷേപകരെ സംബന്ധിച്ചിടത്തോളം ഓഹരി വിപണി, റിയൽ എസ്റ്റേറ്റ്, സ്വർണം പോലുള്ള മേഖലകളിൽ നിന്ന് വലിയ ലാഭം ലഭിക്കാൻ സാധ്യതയുണ്ട്. കടബാധ്യതകൾ ഇല്ലാതാക്കാനും പുതിയ വരുമാന സ്രോതസ്സുകൾ കണ്ടെത്താനും ഇതൊരു മികച്ച സമയമാണ്. നവംബർ മാസം നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയെ എങ്ങനെ മാറ്റിയെടുക്കാമെന്നും എങ്ങനെ ഈ അവസരങ്ങളെ ബുദ്ധിപരമായി പ്രയോജനപ്പെടുത്താമെന്നും നിങ്ങളുടെ ഭാവി എങ്ങനെ സുരക്ഷിതമാക്കാമെന്നതിനെയും കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത്. നക്ഷത്രാധിപനായ ബുധൻ ഈ മാസം സാമ്പത്തിക കാര്യങ്ങളിൽ വ്യക്തമായ കാഴ്ചപ്പാടും ആശയവിനിമയ ശേഷിയും വിശകലന പാഠവും നൽകും. ഇത് സാമ്പത്തികപരമായ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ നിങ്ങളെ സഹായിക്കും. ബുദ്ധിപരമായി പണം കൈകാര്യം ചെയ്യാനും പുതിയ അവസരങ്ങളെ തിരിച്ചറിയാനും ബുധന്റെ സ്വാധീനം പ്രയോജനപ്പെടും. വ്യാഴം ധനകാര്യങ്ങളുടെയും ഭാഗ്യത്തിന്റെയും ഗ്രഹമാണ്. ഈ മാസം വ്യാഴം കർക്കടകത്തിൽ അനുകൂല സ്ഥാനത്ത് വരുന്നത് രേവതി നക്ഷത്രക്കാർക്ക് അപ്രതീക്ഷിത ധനലാഭത്തിനും നിക്ഷേപങ്ങളിൽ നിന്നുള്ള നേട്ടങ്ങൾക്കും വഴിയൊരുക്കും. ഇത് സാമ്പത്തിക വളർച്ചയെ ത്വരിതപ്പെടുത്തും. ശനി ദീർഘകാല നിക്ഷേപങ്ങൾക്കും സ്ഥിരതയ്ക്കും കാരണമാകുന്ന ഗ്രഹമാണ്. ഈ മാസം ശനിയുടെ അനുകൂല സ്വാധീനം ദീർഘകാല നിക്ഷേപങ്ങളിൽ ലാഭം നേടാനും സാമ്പത്തിക അടിത്തറ ഭദ്രമാക്കാനും സഹായിക്കും. 2025 നവംബർ മാസം രേവതി നക്ഷത്രക്കാർക്ക് സാമ്പത്തികപരമായി പൊതുവെ പുരോഗതിയുടെ മാസമായിരിക്കും. ഗ്രഹങ്ങളുടെ അനുകൂല സ്ഥാനം കാരണം സാമ്പത്തിക മേഖലയിൽ പൊതുവെ ശുഭകരമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാം. കഴിഞ്ഞ മാസങ്ങളിൽ ഉണ്ടായിരുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്ക് ഒരു പരിഹാരം കണ്ടെത്താൻ ഈ മാസം സാധിക്കും. നിങ്ങളുടെ പ്രധാന വരുമാന സ്രോതസ്സുകളിൽ നിന്ന് വരുമാനം വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. നിലവിൽ ചെയ്യുന്ന ജോലിയോ ബിസിനസ്സോ മെച്ചപ്പെടുന്നതിലൂടെ ഇത് സംഭവിക്കാം. ഭാഗ്യം നിങ്ങളോടൊപ്പം നിൽക്കുന്നതിനാൽ ലോട്ടറി, പരസ്യസ്വത്ത്, പഴയ നിക്ഷേപങ്ങളിൽ നിന്നുള്ള അപ്രതീക്ഷിത വരുമാനം അല്ലെങ്കിൽ മുൻപ് ലഭിക്കാതെ പോയ പണം തിരികെ ലഭിക്കുക എന്നിങ്ങനെയുള്ള മാർഗങ്ങളിലൂടെ ധനലാഭം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഈ മാസം നിങ്ങളുടെ സാമ്പത്തിക അടിത്തറ കൂടുതൽ ഭദ്രമാകും. ഇത് ഭാവി കാര്യങ്ങളിൽ ആത്മവിശ്വാസം നൽകും. സാമ്പത്തികമായി സുരക്ഷിതരാണെന്നുള്ള ഒരു തോന്നൽ നിങ്ങൾക്ക് ലഭിക്കും. പണത്തിന്റെ ഒഴുക്ക് വർദ്ധിക്കും. ഇത് നിങ്ങളുടെ സാമ്പത്തിക ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് സഹായകമാകും. ദീർഘകാലമായി ആഗ്രഹിച്ചിരുന്ന ശമ്പള വർധനവ് ഈ മാസം ലഭിക്കാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ പ്രകടനവും അർപ്പണബോധവും മേലധികാരികൾ അംഗീകരിക്കുകയും സ്ഥാനക്കയറ്റം ലഭിക്കുകയും ചെയ്യും. ഇത് നിങ്ങളുടെ മാസവരുമാനത്തിൽ കാര്യമായ വർധനവിന് കാരണമാകും. നിലവിലെ ജോലിയിൽ തൃപ്തരല്ലാത്തവർക്ക് അല്ലെങ്കിൽ പുതിയ വെല്ലുവിളികൾ ഏറ്റെടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ മാസം മികച്ച ശമ്പള പാക്കേജുകളോടും ഉയർന്ന ഉത്തരവാദിത്തങ്ങളോടും കൂടിയ പുതിയ തൊഴിലവസരങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. ഈ അവസരങ്ങൾ ശ്രദ്ധാപൂർവം വിലയിരുത്തി ബുദ്ധിപരമായ തീരുമാനങ്ങൾ എടുക്കുന്നത് കരിയറിൽ ഒരു വലിയ വഴിത്തിരിവായേക്കാം. നിങ്ങൾ ചെയ്യുന്ന പ്രോജക്റ്റുകളിലും ജോലികളിലും മികച്ച വിജയം നേടാൻ കഴിയും. ഇത് നിങ്ങളുടെ പ്രൊഫഷണൽ ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾക്കും സഹപ്രവർത്തകർക്കിടയിൽ അംഗീകാരത്തിനും സാമ്പത്തികപരമായ ഉന്നതിക്കും വഴിയൊരുക്കും. ടീം വർക്കിൽ നിങ്ങൾ മികച്ച പ്രകടനം കാഴ്ചവെക്കും. നിങ്ങളുടെ മികച്ച പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിൽ ബോണസുകളോ ഇൻസെന്റീവുകളോ ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. ഇത് നിങ്ങളുടെ മാസവരുമാനത്തിന് ഒരു അധിക സ്രോതസ്സായി വർദ്ധിക്കും. ഫ്രീലാൻസിംഗ് ചെയ്യുന്നവർക്കും കൺസൾട്ടന്റുകൾക്കും ഈ മാസം പുതിയ ക്ലയന്റുകളെ ലഭിക്കാനും വലിയ പ്രോജക്റ്റുകൾ ഏറ്റെടുക്കാനും സാധിക്കും. ഇത് വരുമാനത്തിൽ കാര്യമായ വർധനവ് വരുത്തും. നിങ്ങളുടെ വൈദഗ്ധ്യം സാമ്പത്തികമായി പ്രയോജനപ്പെടുത്താൻ സാധിക്കും. ചിലർക്ക് വിദേശത്ത് ജോലി ചെയ്യാനുള്ള അവസരങ്ങളോ വിദേശ കമ്പനികളുമായി സഹകരിച്ച് പ്രവർത്തിക്കാനുള്ള സാധ്യതകളോ തുറന്നു കിട്ടും. ഇത് സാമ്പത്തികപരമായി വലിയ നേട്ടങ്ങൾ കൊണ്ടുവരും. ലാഭകരമായ പുതിയ ബിസിനസ് കരാറുകൾ ഒപ്പിടാനും പുതിയ പങ്കാളിത്തങ്ങളിൽ ഏർപ്പെടാനും സാധിക്കും. ഇത് നിങ്ങളുടെ ബിസിനസിന്റെ വരുമാനം വർദ്ധിപ്പിക്കുകയും വിപണിയിൽ നിങ്ങളുടെ സ്ഥാനം കൂടുതൽ ഉറപ്പിക്കുകയും ചെയ്യും. ദീർഘകാലത്തേക്ക് പ്രയോജനകരമായ ഡീലുകൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. ബിസിനസ് വിപുലീകരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാവും. പുതിയ നിക്ഷേപങ്ങൾ ആകർഷിക്കാനും പുതിയ ശാഖകൾ തുറക്കാനും ഉൽപ്പന്നങ്ങൾ വികസിപ്പിക്കാനും ഇത് നല്ല സമയമാണ്. പുതിയ മാർക്കറ്റുകളിലേക്ക് പ്രവേശിക്കാനും സാധ്യതയുണ്ട്. നിങ്ങളുടെ ബിസിനസ്സിൽ പുതിയ സാങ്കേതിക വിദ്യകളും നൂതനമായ പ്രവർത്തന ശൈലികളും ഉൾപ്പെടുത്തുന്നത് വഴി ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കാനും പ്രവർത്തന ചെലവ് കുറയ്ക്കാനും സാധിക്കും. ഇത് മൊത്തത്തിലുള്ള ലാഭം വർദ്ധിപ്പിക്കും. പുതിയ വിപണന തന്ത്രങ്ങളും പരസ്യരീതികളും പരീക്ഷിക്കുന്നത് ബിസിനസിന്റെ വളർച്ചയ്ക്ക് വലിയ സംഭാവന നൽകും. ഉപഭോക്താക്കളെ ആകർഷിക്കാനും വിറ്റുവരവ് വർദ്ധിപ്പിക്കാനും സാധിക്കും. നിങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്കും സേവനങ്ങൾക്കും വിപണിയിൽ നല്ല സ്വീകാര്യത ലഭിക്കും. ചില ബിസിനസ് ഇടപാടുകളിൽ നിന്ന് അപ്രതീക്ഷിതമായ വലിയ ലാഭം ലഭിക്കാൻ സാധ്യതയുണ്ട്. ഇത് നിങ്ങളുടെ സാമ്പത്തിക അടിത്തറയെ ശക്തിപ്പെടുത്തുകയും ബിസിനസിന്റെ മൂല്യം വർദ്ധിപ്പിക്കുകയും ചെയ്യും. പുതിയ സ്റ്റാർട്ടപ്പുകൾ ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് നിക്ഷേപം കണ്ടെത്താനും ഉൽപ്പന്നങ്ങൾ വിപണിയിൽ എത്തിക്കാനും ഈ മാസം അനുകൂലമായ അവസരങ്ങൾ ലഭിക്കും. സംരംഭകർക്ക് അവരുടെ ആശയങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ സാധിക്കും. ഓഹരി വിപണിയിൽ നിക്ഷേപിക്കുന്നവർക്ക് ഈ മാസം മികച്ച വരുമാനം ലഭിക്കാൻ സാധ്യതയുണ്ട്. ദീർഘകാല നിക്ഷേപങ്ങൾക്ക് ഇത് വളരെ നല്ല സമയമാണ്. ഹ്രസ്വകാല
നിക്ഷേപങ്ങളിലും ലാഭം പ്രതീക്ഷിക്കാം. എന്നാൽ വിദഗ്ധരുടെ ഉപദേശം തേടുന്നത് ഉചിതമായിരിക്കും. ഭൂമി, കെട്ടിടങ്ങൾ എന്നിവ വാങ്ങുന്നതിനും വിൽക്കുന്നതിനും ഈ മാസം അനുകൂലമാണ്. മികച്ച വിലയ്ക്ക് വസ്തുക്കൾ വാങ്ങാനും വലിയ ലാഭത്തിൽ വിൽക്കാനും സാധിക്കും. സ്വർണം, വെള്ളി പോലുള്ള സുരക്ഷിത നിക്ഷേപങ്ങളിൽ നിന്ന് മികച്ച ലാഭം പ്രതീക്ഷിക്കാം. ഈ ആസക്തികളുടെ മൂല്യം വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. ഇത് സാമ്പത്തിക സുരക്ഷിതത്വം നൽകും. മ്യൂച്വൽ ഫണ്ടുകളിലും ബോണ്ടുകളിലും നിക്ഷേപിക്കുന്നത് ദീർഘകാലാടിസ്ഥാനത്തിൽ നല്ല ലാഭം നൽകും. നിങ്ങളുടെ റിസ്ക് പ്രൊഫൈൽ അനുസരിച്ച് വൈവിധ്യമാർന്ന നിക്ഷേപ പോർട്ട്ഫോളിയോ ഉണ്ടാക്കുന്നത് അഭികാമ്യമാണ്. ഈ മാസം ചില അപ്രതീക്ഷിത ചെലവുകൾ വരാൻ സാധ്യതയുണ്ട്. ആരോഗ്യപരമായ ആവശ്യങ്ങൾ, വാഹന റിപ്പയർ, വീടിന്റെ അറ്റകുറ്റപ്പണികൾ അല്ലെങ്കിൽ കുടുംബത്തിൽ ആഘോഷങ്ങൾ എന്നിവ ഇതിൽ ഉൾപ്പെടാം. ഇത്തരം സാഹചര്യങ്ങളെ നേരിടാൻ ഒരു അടിയന്തര ഫണ്ട് കരുതി വെക്കുന്നത് ഉചിതമാണ്. വരുമാനം വർദ്ധിക്കുമ്പോൾ ആഡംബര വസ്തുക്കൾ വാങ്ങുന്നതിനും വിനോദങ്ങൾക്കും അമിതമായി പണം ചെലവഴിക്കുന്നത് ഒഴിവാക്കുക. മിതത്വം പാലിക്കുന്നത് നിങ്ങളുടെ സാമ്പത്തിക ഭാവിയെ ശക്തിപ്പെടുത്തും. കൃത്യമായ ഒരു ബഡ്ജറ്റ് ആസൂത്രണം ചെയ്യുകയും അത് പാലിക്കുകയും ചെയ്യുന്നത് സാമ്പത്തികമായി സുരക്ഷിതത്വം നൽകും. നിങ്ങളുടെ വരുമാനം, ചെലവുകൾ, നിക്ഷേപങ്ങൾ എന്നിവയെക്കുറിച്ച് വ്യക്തമായ ധാരണ ഉണ്ടാക്കുക. വീടുമായി ബന്ധപ്പെട്ട ചില അറ്റകുറ്റപ്പണികൾക്കോ മെച്ചപ്പെടുത്തലുകൾക്കോ ഈ പണം ചെലവഴിക്കേണ്ടി വന്നേക്കാം. ഇത് ദീർഘകാലാടിസ്ഥാനത്തിൽ നിങ്ങളുടെ സ്വത്തിന് മൂല്യം വർദ്ധിപ്പിക്കും. ചിലർക്ക് യാത്രകൾക്കായി പണം ചെലവഴിക്കേണ്ടി വരാം. ഇത് വിനോദയാത്രകൾക്കോ ഔദ്യോഗിക യാത്രകൾക്കോ ആകാം. മുൻകൂട്ടി ആസൂത്രണം ചെയ്യുന്നത് ചെലവുകൾ നിയന്ത്രിക്കാൻ സഹായിക്കും. കടങ്ങൾ തിരിച്ചടയ്ക്കാൻ ഈ മാസം അവസരങ്ങൾ ഒരുങ്ങും. അത്യാവശ്യമല്ലാത്ത പുതിയ കടങ്ങൾ എടുക്കുന്നത് ഒഴിവാക്കുക. ഇത് നിങ്ങളുടെ സാമ്പത്തിക ഭാവിയെ കൂടുതൽ ഭദ്രമാക്കാൻ സഹായിക്കും. നിങ്ങളുടെ നിലവിലെ കടങ്ങളെക്കുറിച്ച് ഒരു പുനരാസൂത്രണം നടത്തുന്നത് നല്ലതാണ്. സാമ്പത്തിക വിദഗ്ധരുമായി കൂടിയാലോചിച്ച് കടം കുറയ്ക്കാനുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിക്കുക. ലോൺ ഏകീകരണം പോലുള്ള മാർഗങ്ങളെക്കുറിച്ച് ചിന്തിക്കാം. നിലവിലുള്ള ഭവന വായ്പകളോ വാഹന വായ്പകളോ കുറഞ്ഞ പലിശയിലേക്ക് മാറ്റുന്നതിനെക്കുറിച്ച് ആലോചിക്കാവുന്നതാണ്. ഇത് പ്രതിമാസ തിരിച്ചടവ് കുറയ്ക്കാനും ദീർഘകാലാടിസ്ഥാനത്തിൽ പണം ലാഭിക്കാനും സഹായിക്കും. നിങ്ങളുടെ ഒഴിവു സമയങ്ങളിൽ ചെയ്യാൻ കഴിയുന്ന പാർട്ട് ടൈം ജോലികളോ ഹോബികളോ സാമ്പത്തികമായി പ്രയോജനപ്പെടുത്താൻ കഴിയും. ഇത് നിങ്ങളുടെ പ്രധാന വരുമാനത്തിന് പുറമെ ഒരു അധിക വരുമാനം നൽകും. ഓൺലൈൻ ബിസിനസ്സുകൾ, ബ്ലോഗിംഗ്, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, കണ്ടന്റ് ക്രിയേഷൻ എന്നിവയിലൂടെ പുതിയ വരുമാന മാർഗങ്ങൾ കണ്ടെത്താൻ സാധിക്കും. എഴുത്ത്, ഡിസൈനിങ്, പ്രോഗ്രാമിംഗ്, അധ്യാപനം, കൺസൾട്ടിംഗ് തുടങ്ങിയ നിങ്ങളുടെ കഴിവുകൾ ഒരു വരുമാന മാർഗമാക്കി മാറ്റാൻ ഇത് നല്ല സമയമാണ്. നിങ്ങളുടെ വൈദഗ്ധ്യം അംഗീകരിക്കപ്പെടും. നിങ്ങളുടെ മനസ്സിലുള്ള പുതിയ ബിസിനസ് ആശയങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ ഈ മാസം അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാവും. ധൈര്യമായി മുന്നോട്ട് പോവുക. വിരമിക്കൽ കാലത്തേക്കുള്ള പെൻഷൻ പദ്ധതികളിൽ നിക്ഷേപിക്കുന്നത് ദീർഘകാലാടിസ്ഥാനത്തിൽ സാമ്പത്തിക സുരക്ഷിതത്വം നൽകും. എത്രയും നേരത്തെ നിക്ഷേപം ആരംഭിക്കുന്നത് നല്ലതാണ്. മതിയായ ലൈഫ് ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കുന്നത് നിങ്ങളുടെയും കുടുംബത്തിന്റെയും ഭാവിയെ സുരക്ഷിതമാക്കും. ആരോഗ്യപരമായ ചെലവുകൾ കൈകാര്യം ചെയ്യാൻ ഒരു നല്ല ആരോഗ്യ ഇൻഷുറൻസ് പോളിസി അത്യാവശ്യമാണ്. ഇത് അപ്രതീക്ഷിത ചികിത്സാ ചെലവുകളിൽ നിന്ന് സംരക്ഷണം നൽകും. ഈ മാസം ലഭിക്കുന്ന സാമ്പത്തിക നേട്ടങ്ങൾ നിങ്ങളുടെ സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലേക്കുള്ള ഒരു ചവിട്ടുപടിയായി കണക്കാക്കാവുന്നതാണ്. ഭാവിയിലെ സാമ്പത്തിക ലക്ഷ്യങ്ങൾ നിർണ്ണയിക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുക. നക്ഷത്രാധിപനായ ബുധന്റെ അനുഗ്രഹം ലഭിക്കാൻ ബുധനാഴ്ചകളിൽ വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് നല്ലതാണ്. ബുധനെ പ്രീതിപ്പെടുത്തുന്ന പൂജകളും അർച്ചനകളും നടത്താം. വ്യാഴാഴ്ചകളിൽ വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് അല്ലെങ്കിൽ വിഷ്ണു ഗ്രഹവുമായി ബന്ധപ്പെട്ട മന്ത്രങ്ങൾ ചൊല്ലുന്നത് ധനപരമായ നേട്ടങ്ങൾക്ക് കാരണമാകും. മഞ്ഞ നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത് ശുഭകരമാണ്. ധനദേവതയായ ലക്ഷ്മി ദേവിയെ പ്രീതിപ്പെടുത്തുന്നത് സാമ്പത്തിക അഭിവൃദ്ധിക്ക് കാരണമാകും. വെള്ളിയാഴ്ചകളിൽ ലക്ഷ്മി ദേവിയുടെ മന്ത്രങ്ങൾ ജപിക്കുകയും വഴിപാടുകൾ നടത്തുകയും ചെയ്യുക. പാവപ്പെട്ടവരെ സഹായിക്കുക, പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾക്ക് പഠന സഹായം നൽകുന്നത് രേവതി നക്ഷത്രക്കാർക്ക് വളരെ നല്ല ഫലങ്ങൾ നൽകും. ജ്യോതിഷപരമായ കാര്യങ്ങൾക്കപ്പുറം നിങ്ങളുടെ കഠിനാധ്വാനവും ആത്മാർത്ഥതയും വിജയത്തിലേക്കുള്ള പ്രധാന താക്കോലാണ്. പ്രതിസന്ധികളിൽ തളരാതെ മുന്നോട്ട് പോവുക. 2025 നവംബർ മാസം രേവതി നക്ഷത്രക്കാർക്ക് സാമ്പത്തികമായി വളരെ അനുകൂലവും പുരോഗതിയുടെയും മാസമായിരിക്കും. ഗ്രഹങ്ങളുടെ അനുകൂല സ്ഥാനം തൊഴിൽ, ബിസിനസ്, നിക്ഷേപം തുടങ്ങിയ എല്ലാ മേഖലകളിലും മികച്ച നേട്ടങ്ങൾ പ്രതീക്ഷിക്കാൻ സഹായിക്കുന്നു. അപ്രതീക്ഷിത ധനലാഭത്തിനും കടബാധ്യതകളിൽ നിന്ന് മോചനം നേടുന്നതിനും പുതിയ വരുമാന സ്രോതസ്സുകൾ കണ്ടെത്തുന്നതിനും ഇത് നല്ല സമയമാണ്. എന്നാൽ ലഭിക്കുന്ന അവസരങ്ങളെ വിവേകത്തോടെ ഉപയോഗപ്പെടുത്തുകയും സാമ്പത്തിക തീരുമാനങ്ങൾ ജാഗ്രതയോടെ എടുക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അനാവശ്യ ചെലവുകൾ ഒഴിവാക്കുകയും ബഡ്ജറ്റ് കൃത്യമായി പാലിക്കുകയും ചെയ്യുന്നത് നിങ്ങളുടെ സാമ്പത്തിക ഭാവിയെ കൂടുതൽ ഭദ്രമാക്കാൻ സഹായിക്കും. ഈ അനുകൂല സാഹചര്യങ്ങളെ പരമാവധി പ്രയോജനപ്പെടുത്തി ജീവിതത്തിൽ സാമ്പത്തികപരമായ ഉയർച്ച നേടാനും സമ്പന്നമായ ഒരു ഭാവി കെട്ടിപ്പടുക്കാനും രേവതി നക്ഷത്രക്കാർക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.